നമസ്കാരം. പുതുപ്പരിയാരത്ത് ഭർത്തൃ വീട്ടിൽ 32-കാരിയായ മീരയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുടുംബാംഗങ്ങളുടെ ആരോപണങ്ങളും ആത്മഹത്യാക്കുറിപ്പും പുറത്തുവന്നതോടെ കേസ് കൂടുതൽ സങ്കീർണമാകുന്നു. ഭർത്താവ് അനൂപിനെയും ബന്ധുക്കളെയും പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. മാട്ടുമന്ത ചേളോട് CN പുരം സ്വദേശിനി മീരയാണ് മരിച്ചത്. ഭർത്താവ് അനൂപിന്റെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഇത് ആത്മഹത്യയാണെന്നാണ് സൂചന. എന്നാൽ മീര ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്നുമാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. മീരയുടേതെന്ന് കരുതുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൽ തന്നോടും ആദ്യ ഭർത്താവിലുള്ള തന്റെ കുഞ്ഞിനോടും ഭർത്താവ് അനൂപിന് സ്നേഹവും പരിഗണനയും കുറഞ്ഞുവെന്ന് മീര ആരോപിക്കുന്നതായി പറയുന്നു. ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത്. സംഭവത്തിൽ ഹേമാംബിക നഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. പ്രണയവിവാഹമായിരുന്നു അനൂപും മീരയുടേതും. 1 വർഷം മുമ്പായിരുന്നു ഇരുവരും വിവാഹിതരായത്. അടുത്തിടെ വിവാഹ വാർഷികം കഴിഞ്ഞിരുന്നു. വിവാഹ വാർഷിക ദിനത്തിൽ ഭർത്താവിന്റെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാത്തതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ തർക്കമുണ്ടായതാണ് പോലീസ് പറയുന്നത്. തുടർന്ന് മീര സ്വന്തം വീട്ടിലേക്ക് പോയി. എന്നാൽ ഭർത്താവ് വീട്ടിലെത്തി മീരയെ തിരികെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് അടുക്കളയ്ക്ക് സമീപമുള്ള വർക്ക് ഏരിയയിലെ സീലിംഗിൽ ചുരിദാറിന്റെ ഷോൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിൽ മീരയെ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. യുവതിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. സംഭവ സമയത്ത് വീട്ടിൽ അനൂപും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. മീരയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളോ മറ്റു മുറിവുകളോ ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. ബന്ധുക്കൾ മരണത്തിൽ ദുരൂഹത ആരോപിക്കുമ്പോഴും മർദ്ദനം നടന്നിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. യുവതിയുടെ വീട്ടുകാർ പരാതി ഉന്നയിച്ചതോടെ കേസിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചത്. മുറിയിലുണ്ടായിരുന്ന നോട്ട്ബുക്കിലായിരുന്നു ഇത്തരത്തിൽ കുറിപ്പ് എഴുതിയത്. ഭർത്താവ് അനൂപിന് കുഞ്ഞിനോടും തന്നോടും സ്നേഹം കുറഞ്ഞുവെന്നും പരിഗണിക്കുന്നില്ലെന്നും പ്രതീക്ഷിച്ച ജീവിതമല്ല കിട്ടിയതെന്നുമാണ് കുറിപ്പിലുള്ളതെന്നാണ് ഹേമാംബിക നഗർ പോലീസ് പറയുന്നത്. അനൂപിനെ കസ്റ്റഡിയിലെടുക്കാൻ മാത്രം ഗുരുതര ആരോപണങ്ങൾ കുറിപ്പിലില്ലെന്നും പോലീസ് നേരത്തെ പ്രതികരിച്ചിരുന്നു. സംഭവത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുകയായിരുന്നു. യുവതിയുടെ അമ്മയുടെ മൊഴിപ്രകാരമാണ് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തത്. രണ്ടാം വിവാഹക്കാരാണ് ഈ അനൂപും മീരയും. 1 വർഷം മുൻപ് ഇരുവരും പ്രണയിച്ചു കല്യാണം കഴിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അടുത്തിടെ വിവാഹ വാർഷികം കഴിഞ്ഞു. ഈ വിവാഹ വാർഷിക ദിനത്തിലാണ് ഭർത്താവ് വാട്സാപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കാത്തതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കിട്ടതായി ഈ പോലീസ് പറയുന്നത്. ഭർത്താവുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് 2 മാസം മുൻപ് മീര ഇത്തരത്തിൽ സ്വന്തം വീട്ടിലെത്തുകയായിരുന്നു. മകളെ മുറിയിൽ അടച്ചിട്ട് തന്നെ മർദ്ദിച്ചുവെന്ന് വീട്ടുകാരോട് പറഞ്ഞിരുന്നുവെന്നും പ്രശ്നം പരിഹരിച്ച് തിരിച്ചയക്കുകയാണ് ചെയ്തതെന്നും ബന്ധുക്കൾ പറയുന്നു. ചൊവ്വാഴ്ച രാത്രിയും ഇത്തരത്തിൽ വഴക്കിനെ തുടർന്ന് മീര സ്വന്തം വീട്ടിലെത്തി. രാത്രി 12 മണിയോടെയാണ് അനൂപ് എത്തി മീരയെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. രാവിലെ 6:30 അയൽവാസി ഫോണിൽ വിളിച്ചു മീര ആശുപത്രിയിലാണെന്നും സ്റ്റേഷനിൽ ബന്ധപ്പെടണമെന്നും ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. മീരയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളോ മറ്റു മുറിവുകളോ ഇല്ലെന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ കേസിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു. പ്രണയത്തിലായിരുന്ന ഇരുവരും വിവാഹിതരായി. മീരയ്ക്ക് ആദ്യത്തെ വിവാഹത്തിൽ ഒരു കുട്ടിയുണ്ട്. പക്ഷേ ഈ കുട്ടി മുറിയിൽ അടച്ചിട്ടതിനു ശേഷമാണ് ഇത്തരത്തിൽ മീരയെ ഉപദ്രവിച്ചതായിട്ടാണ് കുടുംബത്തോട് മീര വിശദീകരിച്ചിട്ടുള്ളത്. ഭക്ഷണ വിതരണ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ഈ അനൂപ്. രാവിലെ 6:30 യുവതി വീട്ടിലെ വർക്ക് ഏരിയയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവും അനൂപും അമ്മ പങ്കജവും ചേർന്നാണ് മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചതായി പോലീസ് പറയുന്നത്. ഈ 9-ന് രാത്രി ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതിനെ തുടർന്നാണ് മീര മാട്ടുമന്തയിലെ സ്വന്തം വീട്ടിലേക്ക് വന്നത്. പക്ഷെ അന്ന് രാത്രി തന്നെ 11-ഓടെ തിരിച്ച് അനൂപിനൊപ്പം ഭർത്തൃ വീട്ടിലേക്ക് വരികയായിരുന്നു. അനൂപിനോട് പിണങ്ങിയാണ് മീര സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. എന്നാൽ പിണക്കം അവസാനിപ്പിച്ചായിരുന്നു ഇരുവരുടെയും മടക്കം. ഇതിനു മുൻപ് അനൂപ് മീരയെ മർദ്ദിക്കുകയും ചെയ്തു. ഈ അമ്മയ്ക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാനിരിക്കെയാണ് ഇത്തരത്തിൽ അനൂപ് പിണക്കം അവസാനിപ്പിക്കാൻ വീട്ടിലെത്തി ആവശ്യപ്പെട്ടത്. പക്ഷെ പിന്നീട് ഈ അനൂപിന്റെ വീട്ടിൽ എന്താണ് നടന്നതെന്ന കാര്യത്തിലാണ് ഇപ്പോൾ അവ്യക്തത നിലനിൽക്കുന്നത്. ഈ ദുരൂഹ മരണത്തിൽ കുടുംബാംഗങ്ങളുടെ ആരോപണവും മീരയുടെ കുറിപ്പും മുൻകാല തർക്കങ്ങളും എല്ലാം ചേർന്ന കേസിന് ഏറെ ഗൗരവം നൽകുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ ആത്മഹത്യ എന്ന സൂചന ഉണ്ടെങ്കിലും ബന്ധുക്കളുടെ സംശയങ്ങളും സാഹചര്യങ്ങളും പോലീസിനെ വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ നയിക്കുന്നത്. ഭർത്താവിന്റെ ബന്ധുക്കളെയും ചോദ്യം ചെയ്താൽ മാത്രമേ ഈ ഒരു സംഭവത്തിന്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തുവരികയുള്ളൂ.